കൊല്ലം ജില്ലയിലെ തിരുമുല്ലവാരത്ത് ബലിതർപ്പണത്തിനെത്തിയ ഭക്തരോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാണിച്ച അനീതി അതാണ് നമ്മൾ ചർച്ചയാക്കുന്നത്. ചർച്ചയിൽ കൂടുതൽ പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മനോജിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി വീണ്ടും എത്തുന്നു. മനോജ്, കഴിഞ്ഞ വർഷം മുതൽ വളരെ അഭിമാനപൂർവ്വം പിണറായി സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഈ കർക്കിടക വാവ് ബലി നടക്കുന്നതിന് തൊട്ട് മുൻപ് പ്രത്യേക സുരക്ഷാവലോകന യോഗങ്ങൾ പ്രാദേശികമായി പോലും ചേർന്ന് ഈ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുമെന്ന്. എന്തേ ഒരു വർഷം കൊണ്ട് തീർന്നോ ഈ ശുഷ്കാന്തി എന്നുകൂടി ചോദിക്കേണ്ടി വരും. ഈ വർഷം അപ്രകാരം ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ ശ്യാംകുമാർ തന്നെ പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം യോഗം ചേരുമ്പോഴും എല്ലാവർക്കുമുള്ള സൗകര്യമുണ്ട് എന്നുള്ള കാര്യം അവർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഭക്തരെത്തി മറ്റ് ചടങ്ങുകൾക്കായൊക്കെ അവിടേക്ക് തിങ്ങി നിറഞ്ഞെത്തുമ്പോൾ അവരെ ഒന്ന് നിയന്ത്രിക്കാനുള്ള പോലീസ് സംവിധാനം പോലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു മണ്ഡപത്തിനരികെ 2-4 പോലീസുകാരല്ലാതെ ഇത്രയധികം വരുന്ന 10,000-കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ നിയന്ത്രിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. എന്നാലും അവരെയൊക്കെ 2-3 വരിയായി ഈ കൂപ്പൺ എടുത്ത ശേഷം ഒരുമിച്ച് ഈ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഇരുത്തിക്കഴിഞ്ഞാൽ അവർക്ക് നൽകുവാനുള്ള ദ്രവ്യമില്ല. ഇത്തരത്തിൽ അവരോടുള്ള മോശം പെരുമാറ്റം. പിന്നീട് അവർ ആരോട് ചോദിക്കുമെന്ന് ആലോചിച്ച് ഓഫീസിലേക്ക് പോകുമ്പോൾ ആ ഓഫീസിൽ പോലും ജീവനക്കാരില്ലാത്ത ഒരു സാഹചര്യം. മതിയായ ജീവനക്കാരെ പോലും ഈ സ്ഥലത്ത്, അതായത് കൂപ്പൺ കൊടുത്ത ശേഷം അവിടെ നിന്നും ജീവനക്കാർ എണീറ്റ് പിന്നീട് മറ്റൊരിടത്തേക്ക് പോവുകയാണ്. അങ്ങനെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു സമീപനമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അവിടെ എത്തിയിട്ടുള്ള ഭക്തരെ ഓരോരുത്തരും തന്നെ കണ്ണീരോടുകൂടി ഈ കാര്യം പറയുന്നുണ്ട്. എന്തായാലും അവിടെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് മറ്റ് ജില്ലകളിൽ നിന്നും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലെ മുഴുവൻ ഈ ബലിയർപ്പിക്കുവാനുള്ള ആളുകളൊക്കെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഈ തിരുമുല്ലവാരം. പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെയധികം ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ അതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ എന്തെങ്കിലും തരത്തിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രകടമാണ്, ഏതൊക്കെ തരത്തിലാണ് അനാസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്നാണ് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും അവർക്ക് രാഷ്ട്രീയമില്ല. അവർ ഒരൊറ്റ ചിന്തയോടുകൂടിയാണ് അവർ അവിടെ എത്തുന്നത്. വ്രതം നോറ്റുകൊണ്ട് അവരുടെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് അവർക്ക് ബലിയർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ ദിവസം അവിടേക്ക് എത്തിയതാണ്. കഴിഞ്ഞ വർഷമെല്ലാം തന്നെ ആത്മസംതൃപ്തിയോടുകൂടി തിരിച്ചുപോയവർക്കാണ് ഇത്തവണ ഈ സങ്കട കണ്ണീരോടുകൂടി മടങ്ങേണ്ടി വന്നത്. പൊതുസമൂഹത്തിന് BJP കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ശ്രീ എസ് സൂരജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മനോജിലേക്ക് മടങ്ങിയെത്താം. ശ്രീ സൂരജ്, ഭക്തരോടുള്ള ഈ ക്രൂരത ഇത് എന്തുകൊണ്ടാണ്, എന്തുമാകാം എന്ന് തന്നെയായിരിക്കുമോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെ തുടർച്ചയായി ഇത്തരം അനാസ്ഥകളും ക്രൂരതയും കാണിച്ചുകൊണ്ടേയിരിക്കുന്നതിന് പിന്നിൽ? വളരെ ക്രൂരമായിട്ടാണ് ദേവസ്വം ബോർഡ് ഇത്തവണ, ദേവസ്വം ബോർഡ് മാത്രമല്ല ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും അടക്കമുള്ളവർ ചെയ്തിരിക്കുന്നത് വളരെ ക്രൂരമായിട്ടാണ്. ഭക്തജനങ്ങളെ തെരുവിൽ തടഞ്ഞു നിർത്തിയിരുന്നത്, വടം കെട്ടി മഴയത്ത് തെരുവിൽ തടഞ്ഞു നിർത്തി വ്രതം പിടിച്ചു വന്നവരാ. അവരെ തെരുവിൽ തടഞ്ഞു നിർത്തിയിട്ട് ഇവർ മടക്കിയാക്കി കണ്ണീരോടെ. ഹൈന്ദവന്റെ എല്ലാ ആചാരങ്ങളും എങ്ങനെ തകർക്കാമെന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തിരുവല്ലാരത്ത് കണ്ടത്. വളരെ പ്രതിഷേധാർഹമായ ഒരു സംഭവമാണ്. ഈ പറയുന്ന അടിസ്ഥാന സൗകര്യം ഒന്നും ഒരുക്കിയിട്ടില്ല ഇവര്.
ഇവര് അവിടെ ഹൈന്ദവ ആയിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ ബലിതർപ്പണ പുരകൾ കെട്ടി അവർക്ക് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ബലിതർപ്പണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാമെന്ന് പറയുക. പക്ഷെ ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെയും ജില്ലാ ഭരണകൂടവും അടക്കം കോർപ്പറേഷൻ അടക്കമുള്ളവർ അവരെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവരെ ഒഴിവാക്കിയിട്ട് അവസാന നിമിഷമാണ് അവർക്ക് പോലും കൊടുത്തത്. ദേവസ്വത്തിന്റെ ബലിയിടാൻ കയറിയ ഭക്തജനങ്ങൾ വളരെ വിഷമത്തോടെ വന്ന് പറയുക എന്താണ് അവിടെ നടന്നതെന്ന് പോലും അവർക്കറിയില്ല. അവർക്ക് ഇലയിൽ ദർഭയില്ല, രുദ്ര പിണ്ടമില്ല, ഇത് മന്ത്രം കേൾക്കാൻ വയ്യ. കുത്തി നിറച്ചിട്ട് ആൾക്കാരെ വളരെ പരിമിതമായ സൗകര്യം ഒരുക്കിയിട്ട് കുത്തി നിറച്ച ആൾക്കാരെ ബലിയിട്ടിട്ട് കണ്ണീരോടെ മടക്കിയതാണ്. വളരെ പ്രതിഷേധാർഹമാണ്. ഇത് ശരിയായൊരു നിലപാടല്ല. ജില്ലയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്ര തിരുമുല്ലവാരം. കാലങ്ങളായിട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് തുടങ്ങിയിരിക്കുന്നത് ഇതെങ്ങനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഹൈന്ദവന്റെ ആചാരം നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. തീർച്ചയായും ശ്രീ സൂരജ്, ഈ പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന ഒരു കാര്യം, ദേവസ്വം ബോർഡ് ഇങ്ങനെ പെരുമാറുന്ന ദേവസ്വം ബോർഡ് വേണോ ഇനി മുതൽ ആചാര കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ എന്നതാണ്. ഇത് ഒഴിവാക്കണം. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് അടിച്ചിറക്കേണ്ട കാലം കഴിഞ്ഞു. സത്യത്തിൽ ദേവസ്വം ഒരു സൗകര്യം ഇവിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രം, ഇപ്പൊ തിരുവല്ലവാര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വലിയ ബലി നടക്കുന്ന സ്ഥലമാണ്. ഭക്തജനങ്ങൾ നൂറുകണക്കിന് പേര്, ആയിരക്കണക്കിന് പേര് മാസബലി അർപ്പിക്കാനും ദിവസവും വ്യാഴവും ഞായറും ഒക്കെ എത്തുന്നതാണ്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളോട് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അവരൊരു തിലഹോമം നടത്തുകയാണെങ്കിൽ തിലഹോമത്തിന്റെ പേരിൽ അതിന്റെ കൂടെ പാൽപ്പായസം, ഇവരുടെ കയ്യിൽ ഇപ്പൊ 100 രൂപ ഉള്ളെങ്കിൽ അവർ ആ 100 രൂപയും പിടിച്ചു മേടിക്കും. എങ്ങനെ ആ പൈസ മേടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാ. ഇപ്പൊ 1/4 ലിറ്റർ പാൽപ്പായസം വേണമെന്ന് പറഞ്ഞാൽ അവർ പറയും 1 ലിറ്റർ ചെയ്യേണ്ട, അതാണ് ഇവിടെ ചടങ്ങെന്ന്. ഈ തിലഹോമം പോലും കൃത്യമായിട്ട് നടത്താതൊക്കെയാണ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിന്റെ ആവശ്യം സത്യത്തിൽ ഭക്തജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ക്ഷേത്രത്തിൽ നിന്ന് എത്രത്തോളം ഇവരെ ഒഴിവാക്കാവോ അപ്പോൾ മാത്രമേ ഈ ക്ഷേത്രങ്ങളിലൂടെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം ബോർഡിനെ ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കൊള്ളയടിക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. തിരുവല്ലാർക്ക് ഇപ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി കണ്ടേക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സൂരജ് പ്രതികരിച്ചതിന്. BJP ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ മോഹനൻ പിള്ളയാണ്. അദ്ദേഹം ബലിതർപ്പണത്തിനായി രാവിലെ ഇവിടെ എത്തിയിരുന്നതുമാണ്. ശ്രീ മോഹനൻ പിള്ള, ഈ പ്രതികരണങ്ങൾ, താങ്കളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് എന്താണ് നേരിൽ കണ്ട കാഴ്ച? അത് ഇന്ന് കണ്ടത് വളരെ മോശമായ രീതിയിൽ ഞാൻ കുറെ കാലമായിട്ട് അവിടെ പോകുന്ന ആൾക്കാരാണ്. ഞാൻ ശൂരനാട്ടിൽ നിന്ന് വരുന്ന ആളാണ്. ഈ ശൂരനാട്ടിലൊക്കെ പഞ്ചായത്തിൽ വരുന്ന ആളാണ്. കുറെ വർഷമായിട്ട് നമ്മളിവിടെ പോകുന്നത് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. ഇന്ന് വളരെ മോശമായ രീതിയിൽ പോലീസുകാർ ആരും അവിടെ ഇല്ലായിരുന്നു. പിന്നെ അവിടെ ആൾക്കാർ തെന്നി ആ കുളത്തിന്റെ ആ ചെറിയുടെ സൈഡിൽ ചെന്നപ്പോൾ ആൾക്കാർ തെന്നി മറിഞ്ഞ് താഴെ വീഴുക. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നതെല്ലാം നമ്മൾ കാണുകയും ചെയ്യുന്നു. നമ്മളെ പല ആൾക്കാരും ഞാൻ ഇങ്ങനെ പിടിച്ച് പൊക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ദേവസ്വം ബോർഡിന്റെ വളരെ അനസ്ഥയാണ് ഇപ്പൊ ഈ വർഷം കാണിച്ചത്.
അപ്പൊ നമ്മൾ ഞാനത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചു. നമ്മൾ സാറേ ഇത് ഈ ആൾക്കാർ അവിടെ നിന്നുണ്ട് ഭയങ്കര തെല്ലും ക്യൂവും ഭയങ്കര ഒരു 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 സമീപനം അവിടെ കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ദേവസ്വം കൂടെ ചേട്ടാ ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങളല്ലെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. പോലീസുകാരെ ഇല്ലായിരുന്നു, ഇവിടെ പോലീസുകാരില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഇവിടെ 3 മണി മുതലൊക്കെ അവിടെ കിടന്ന് ക്യൂ നിന്നുള്ള ആൾക്കാർ വളരെ മോശമായ രീതിയിലുള്ള ഈ സർക്കാരിന്റെ നയ സമീപനം ഇത് വളരെ മോശമാണ്. ഇത് തീവ്രവാദികൾക്ക് സഹായം ചെയ്യുന്ന രീതിയിലേക്കും അതിൻ്റെവരെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുമാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാമല്ലോ ഇപ്പൊ തന്നെ സ്കൂളിലെ സമയങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ പോവുക തീവ്രവാദികൾ പറയുമ്പോൾ. അപ്പൊ ആ രീതിയിലേക്ക് സർക്കാർ മാറിയോ എന്നുള്ളത് ഒരു സംശയമാണ്. ഇതിന് ഹൈന്ദവ സമൂഹങ്ങൾ ഒന്നായി നിൽക്കണം, ഒന്നായി പ്രതികരിക്കണം. ഇതിനെ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ഈ തിരുമുല്ല വന്ന് ഈ ബലിതർപ്പണത്തിന് വേണ്ടി വന്നപ്പോൾ വളരെ മോശമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. അത് വളരെ ഖേദകരമാണ്. അതിനെതിരെ ഹൈന്ദവ സമൂഹം ഒന്നാവണം എന്നുള്ളത് ഒറ്റ വാക്ക് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ മോഹനപിള്ള പ്രതികരിച്ചതിന്. ആറന്മുള വള്ളസദ്യ നടത്തിപ്പിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ പള്ളിയോട സേവാ സംഘം രംഗത്തെത്തിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും വള്ളസദ്യ നടത്താനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെയാണ് പള്ളിയോട സേവാ സംഘം ബോർഡിന് കത്ത് നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ആചാര ലംഘനം നടത്തി വള്ളസദ്യ വാണിജ്യവൽക്കരിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉയരുന്നതും. മിഥുൻ മുരളി ചേരുകയാണ് വിവരങ്ങളുമായി. മിഥുൻ, വള്ളസദ്യ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ആചാരപൂർവ്വമായിട്ടുള്ള നടത്തിപ്പിന് അധികാരമുള്ളത് പള്ളിയോടക്കരകളുടെ കൂട്ടായ്മയായ പള്ളിയോട സേവാ സംഘത്തിനാണ്. പള്ളിയോട സേവാ സംഘത്തിനെയാണ് വഴിപാട് നടത്തുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ സമീപിക്കുന്നത്. അഭീഷ്ട സിദ്ധിക്കായി ഭക്തർ ആറന്മുള പാർത്ഥസാരഥിക്ക് സമർപ്പിക്കുന്ന വഴിപാടാണ് ഈ വള്ളസദ്യകൾ. അത് വഴിപാടുകാരന് ഇഷ്ടമുള്ള പള്ളിയോടങ്ങൾക്കാണ് സമർപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ആചാരപരമായിട്ടുള്ള സവിശേഷത നിലനിൽക്കുന്നത്. ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പള്ളിയോട സേവാ സംഘം ആരോപണമായി ഉന്നയിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് പള്ളിയോട സേവാ സംഘം പരാതി നൽകിയിരിക്കുന്നത്, ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഞായറാഴ്ചകളിൽ ദേവസ്വം ബോർഡ് നേരിട്ട് വള്ളസദ്യ നടത്താൻ തീരുമാനിക്കുന്നു. പുതിയ തീരുമാനമാണ്. 250 രൂപ അടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ നേരിട്ട് ദേവസ്വം ബോർഡ് നടത്തുന്ന വള്ളസദ്യയിൽ പങ്കെടുക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ടുള്ള പുതിയ തീരുമാനം. ഈ തീരുമാനത്തിനെതിരെയാണ് പള്ളിയോട സേവാ സംഘം രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഇടപെടൽ ആചാര അനുഷ്ഠാനങ്ങളുടെ ലംഘനമാണെന്നും പള്ളിയോട സേവാ സംഘം നടത്തുന്നത് പോലെയല്ല ദേവസ്വം ബോർഡ് വള്ളസദ്യ നടത്തുന്നതെന്നും പള്ളിയോട സേവാ സംഘം വാദിക്കുന്നുണ്ട്. ഏതെങ്കിലും പള്ളിയോടങ്ങൾ പങ്കെടുക്കാത്തതിനാൽ ഈ വള്ളസദ്യ നടത്തുമ്പോൾ അത് വഴിപാടായിട്ട് സമർപ്പിക്കുമ്പോൾ പ്രത്യേക പള്ളിയോടക്കരകൾക്കാണ് വഴിപാടായി സമർപ്പിക്കുന്നത്. ആ പള്ളിയോടക്കരകളുടെ നേതൃത്വത്തിലാണ് ഭഗവാൻ ഇത് നടത്തുകയും ചെയ്യുന്നത്. അങ്ങനെ പള്ളിയോടങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഏതെങ്കിലും പള്ളിയോടങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് നേരിട്ട് പണം വാങ്ങി 250 രൂപ വാങ്ങിക്കൊണ്ടുള്ള ഒരു ഈ വള്ളസദ്യ നടത്തുന്ന രീതി അത് വാണിജ്യ താല്പര്യമാണെന്നും അതിന് ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമായി മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുമാണ് പള്ളിയോട സേവാ സംഘം ആരോപിക്കുന്നത്, പരാതി ഉന്നയിക്കുന്നത്. ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ തങ്ങളുമായി കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും പള്ളിയോട സേവാ സംഘം ഇന്ന് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ ഏകപക്ഷീയമായി ഞായറാഴ്ചകളിൽ നേരിട്ട് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ 250 രൂപ കൂപ്പൺ വാങ്ങി പണമടയ്ക്കുന്ന ആർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ ഈ പള്ളിയോട സേവാ സംഘത്തെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വള്ളസദ്യ നടത്തുന്നത് ആചാര അനുഷ്ഠാനങ്ങളുടെ ലംഘനമാണ്. അത് വാണിജ്യ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ മാറ്റുന്നതിനുള്ള ശ്രമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നതിന്റെ ഭാഗമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്
പള്ളിയോട സേവാ സംഘം ഇപ്പോൾ എതിർപ്പ് അറിയിച്ചുകൊണ്ട് ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. ഇതിനെതിരെ കത്ത് നൽകിയിട്ടുണ്ട്. ഇനി നാളെ വരും ദിവസങ്ങളിൽ ചർച്ചകളുണ്ട്. പള്ളിയോട സേവാ സംഘം ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കലഹിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അനുനയ നീക്കം നടത്തുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരും ദിവസങ്ങളിൽ നാളെ തന്നെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി ഏത് രീതിയിലാണ് ഇപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമായി പള്ളിയോട സേവാ സംഘം ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഏത് രീതിയിലുള്ള സമീപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും 250 രൂപ നിരക്കിൽ ബുക്ക് ചെയ്യുന്നവർക്ക് 27-ാം തീയതി മുതൽ വള്ളസദ്യ ലഭ്യമാക്കുമെന്നാണ്. ഈ ഞായറാഴ്ചകളിൽ പ്രത്യേകം വള്ളസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തി നൽകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. പുതിയ തീരുമാനം വന്നിരിക്കുന്നത് ഇത് ഏകപക്ഷീയമായി കൂടിയാലോചനകൾ നടത്താതെയുള്ള തീരുമാനമാണ് എന്ന് പള്ളിയോട സേവാ സംഘം പറയുമ്പോൾ നേരത്തെ തീരുമാനമെടുത്തതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ട് ഇത്തരത്തിൽ നേരിട്ട് വള്ളസദ്യ നടത്തുന്നതിൽ എതിർപ്പില്ല എന്നുള്ള കാര്യങ്ങളാണ് എതിർവാദമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുന്നത്. എന്തായാലും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിക്കുന്നത് ഏത് രീതിയിലുള്ള ചർച്ചകൾക്കും തയ്യാറാണ്, അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം പള്ളിയോടക്കരകളുടെ സാന്നിധ്യം ഇല്ലാതെ, ഏതെങ്കിലും പള്ളിയോടങ്ങളുടെ സാന്നിധ്യം കൂടാതെ ദേവസ്വം ബോർഡ് നേരിട്ട് വള്ളസദ്യ നടത്തുന്നത് അത് ഈ പവിത്രമായിട്ടുള്ള ആറന്മുള പാർത്ഥസാരഥിയുടെ വഴിപാടായി സമർപ്പിക്കുന്ന വള്ളസദ്യയുടെ പവിത്രത നശിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ്, ഇടപെടലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്യായമായിട്ടുള്ള ഇടപെടലാണ് എന്നുള്ള വാദം ഇവിടെ പള്ളിയോട സേവാ സംഘം ഉന്നയിക്കുന്നത് അതേപടി തന്നെ നിൽക്കുന്നു. അതിന് ഏതെങ്കിലും രീതിയിൽ മാറ്റമുണ്ടാകുമോ? ഞായറാഴ്ചകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്ന വള്ളസദ്യയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വരുന്ന ഘട്ടത്തിൽ നടക്കുന്ന ചർച്ചകളുടെ ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ. എന്തായാലും അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നേരിട്ട് വള്ളസദ്യ നടത്താൻ തയ്യാറെടുക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആ സമീപനത്തിൽ മാറ്റം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ പള്ളിയോട സേവാ സംഘം ആവശ്യപ്പെടുന്നത്. ശരി, മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.